അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്. വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിപൂർണമായ പരിഹാരവും ഫത്തുഹും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് സാധാരണയുള്ളതാണ്. അതിൻ്റെ പേരിൽ വിലപിക്കാതെ, പ്രയാസപ്പെടാതെ, പുതിയത് കണ്ടെത്താനും പുതിയ പലതും എത്തിപ്പിടിക്കാനും സമയം കണ്ടെത്തുകയാണ് ബുദ്ധിമാന്മാരായ ആളുകൾ ചെയ്യാറുള്ളത്. അതേസമയത്ത് ചെറിയ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് അനിവാര്യമായ ചില ഘട്ടത്തിൽ ചില ആളുകൾ എടുത്തതായിരിക്കാം. അതവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ ശീലവും ചര്യയുമാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു തൻ്റെ തൊപ്പി കള്ളൻ കട്ടുകൊണ്ടുപോയപ്പോൾ ആ കള്ളൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു. ഇതുപോലെ എന്നാൽ വലിയ വല്ലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ തെറ്റിദ്ധാരണയും സംശയങ്ങളും ഉടലെടുക്കുകയും അത് തിരിച്ചു കിട്ടൽ അനിവാര്യമാവുകയും ചെയ്യുമ്പോൾ അതിനുള്ള മാർഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു സാധനം കാണാതെ ആയിക്കഴിഞ്ഞാൽ സ്വപ്നം മുഖേന അതിൻ്റെ സ്ഥലം കണ്ടെത്താൻ, ചിലപ്പോൾ നമ്മൾ വെച്ച സ്ഥലം മാറിയതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട് കിടക്കുന്നതായിരിക്കാം, ഇങ്ങനെ പലതുമായിരിക്കാം. അതിൻ്റെ പേരിൽ നാം പലരെയും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അത് വ്യക്തമായിട്ട് നമുക്ക് സ്വപ്നത്തിലൂടെ ആ സ്ഥലം വ്യക്തമായി മനസ്സിലാവുകയും അത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന അവസ്ഥ വളരെ സന്തോഷകരമാണ്. അതിന് നാം ചെയ്യേണ്ടത്, താഴെ കാണുന്ന ആയത്ത് ഒരു പേപ്പറിൽ എഴുതി 163 പ്രാവശ്യം അതേ ആയത്ത് അതിൽ മന്ത്രിച്ചു തലയിണയിൽ വെക്കുക. ശേഷം ഇടതുഭാഗത്ത് തലയുടെ ഉള്ളിൽ കവറിൻ്റെ ഉള്ളിൽ വെക്കുക. അതിൻ്റെ മേലെ നജസൊന്നും ആകാതെ ശ്രദ്ധിക്കുകയും വേണം. എന്നിട്ട് ഇടതുഭാഗം ചെരിഞ്ഞു കിടന്ന് ചൊല്ലുക. ഇടതുഭാഗത്തേക്ക്, സാധാരണ വലതുഭാഗത്തേക്ക് കിടക്കുന്നതിന് പകരം തൽക്കാലം ആ കിടക്കുന്ന സമയത്ത് ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞ് യാ മുളിഹിറുൽ ലജായിബ് യാ ദലീല കുല്ലി ഹായിർ യാ മുർഷിദ കുല്ലി ളാൽ അർഷിദിനി ബിക്കറമിക ഇലാമാ അത്ലുബ് എന്ന് ചൊല്ലുക. ആയത്ത് അൽ കഹ്ഫ് സൂറത്തിലെ 82-ാമത്തെ ആയത്താണ്. വഅമ്മൽ ജിദാരു ഫകാന ലിഉലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا എന്ന ആയത്താണ് എഴുതുകയും അത് 163 പ്രാവശ്യം അതിൽ മന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഈ ആയത്താണ്. അത് അപ്രകാരം ചെയ്താൽ നമുക്ക് സ്വപ്നത്തിലൂടെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. തലയണായിരുന്നാലും സ്ഥലമായിരുന്നാലും വിരിപ്പുകളും കിടക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയുള്ളതായിരിക്കണം എന്നുകൂടി നാം ശ്രദ്ധിക്കുക. അള്ളാഹു നഷ്ടപ്പെട്ടത് അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കിട്ടാൻ ഇത് കാരണമാക്കി കൊടുക്കുമാറാവട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും.